ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം, വായോ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് സ്റ്റവ് കത്തിച്ച് പാൻ ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉണക്കമുളക് ഒരെണ്ണം കട്ട് ചെയ്തത്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, പിന്നെ ലേശം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ലെമണിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് പാൻ ചൂടായി നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനതിൽ ഈ ഒരു പാത്രത്തിൽ റൈസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമായ റൈസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ ഓരോ സാധനങ്ങളും. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് മെല്ലെ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് ഇനി അതിന് കൂടെ തന്നെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എപ്പോഴും വൈറ്റ് റൈസ് കഴിച്ച് മടുത്തു. അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടി ഞാൻ മാറ്റി പിടിച്ചാണേ. അപ്പോൾ നമുക്കത് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ പൊട്ടി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ച് നമുക്ക് ഉണക്കമുളകില്ലേ അതിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് അതിൻ്റെ അരിഞ്ഞ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ലെമൺ റൈസ്, പുളി റൈസ്, പുതിന റൈസ്, അങ്ങനെ വെറൈറ്റി റൈസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മളത് കഴിച്ച് മടുപ്പായത് പിന്നെ നമ്മൾ കഴിക്കാനേ തോന്നൂലായിരുന്നു കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം ഒരു കൊതിയാണ്. അപ്പോൾ കഴിച്ചതൊന്നും ഇപ്പോൾ കിട്ടാനില്ല, കഴിക്കുന്നില്ല. ഇതൊക്കെ തമിഴ്നാട്ടിലാണ് അധികവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തമിഴ്നാട്ടിലല്ല, നമ്മൾ കേരളത്തിലില്ലാന്നേ ഉള്ളൂ. ബാക്കി പുറമേ ഉള്ള എല്ലാ സ്ഥലത്തിലും ഇങ്ങനത്തെ വെറൈറ്റി റൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുക്കുവാണ് കേട്ടോ. അപ്പം ഏകദേശം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ തന്നെ നമുക്ക് ലെമൺ റൈസിന് വേണ്ട ഒരു തരത്തിൽ നമുക്ക് സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് ലേശം ചോറിട്ട്, ആവശ്യത്തിനുള്ള ചോറിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉപ്പും കൂടെ നമുക്ക് പാകത്തിന് നോക്കി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ലെമൺ റൈസ് നല്ല സൂപ്പറാണ്, ഹെൽത്തി ആയിട്ടുള്ള ലെമൺ റൈസ് നമുക്ക് സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇപ്പം വീടുകളിലൊന്നും കേരളത്തിൽ അധികം ആരും ഉണ്ടാക്കി കഴിക്കാറില്ല. അതേസമയം നമ്മൾ കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും, തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ കറക്റ്റ് കണ്ടിട്ടില്ല. ഈ വെറൈറ്റി റൈസുകളിൽ പൗഡർ ഉണ്ടാവും. ഈ പുളി റൈസ്, ലെമൺ റൈസ്, അങ്ങനെ വെറൈറ്റി റൈസിൻ്റെ പാക്കറ്റിൽ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ജസ്റ്റ് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ച് അത് ആ പൊടി നിന്നിട്ട് റൈസ് ഇട്ട് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് റൈസൊക്കെ ആയി കിട്ടും. പക്ഷേ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.